ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മലപ്പുറത്തുണ്ടായ ഒരു മരണം, പ്രസവത്തെ തുടർന്നുണ്ടായ അസ്മ എന്ന സ്ത്രീയുടെ മരണം. ഈ മലപ്പുറത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മലപ്പുറംകാരെ കളിയാക്കുന്നതെന്ന് പറയും. മലപ്പുറംകാരെ കളിയാക്കാൻ വേണ്ടിയല്ല, സംഭവം നടന്ന സ്ഥലമാണ് പറയുന്നത്. ഇനി വേണമെങ്കിൽ മാറ്റിയൊന്ന് പറഞ്ഞുതരാം. ആലപ്പുഴക്കാരനായ ഭർത്താവ്, പെരുമ്പാവൂരുകാരായ ഭാര്യ, അവര് വാടകയ്ക്ക് മലപ്പുറത്ത് താമസിച്ച് അവിടെ വെച്ചുണ്ടായ ഒരു സംഭവം. പ്രശ്നമില്ലല്ലോ, അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രശ്നം അതാ. കഴിഞ്ഞ ദിവസം വീഡിയോയുടെ ഇടയിൽ വന്ന കമന്റാണ്, മലപ്പുറമായതുകൊണ്ടാണ് പ്രശ്നം, അസ്മ എന്ന പേരാണ് പ്രശ്നം. ഇതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം അശാസ്ത്രീയതയാണ്. മതങ്ങള് പഠിപ്പിക്കുന്ന അശാസ്ത്രീയതയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നതാണ് പ്രശ്നം. ഇത് ആദ്യമേ പറഞ്ഞിട്ട് തുടങ്ങാന്ന് കരുതിയ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒരു മതപ്രഭാഷകന്റെ ഒരു വീഡിയോ. അതിൽ പറഞ്ഞ ചില മനുഷ്യത്വ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ, പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ വീഡിയോയാണ്, ആ പ്രഭാഷണത്തിന്റെ വീഡിയോ ആണ് ഞാൻ റിയാക്ഷൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഈ ആന പേര് എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങുറച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്നു, ആട് പെറുന്നു 2, 3, 4. നായ 3 മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. പറഞ്ഞു തരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ആടും പട്ടിയും പൂച്ചയും ആനയും പ്രസവിക്കുന്ന പോലെ പ്രസവിക്കാനുള്ളതാണ് സ്ത്രീ. ആടും പട്ടിയൊക്കെ പ്രസവിക്കുന്നവർ, അതുപോലെ പെണ്ണുങ്ങൾക്ക് എന്താ പ്രസവിച്ചാൽ കുഴപ്പം? 3 മാസം കൂടുമ്പോൾ പട്ടി പ്രസവിക്കുന്നുണ്ട്, അതേപോലെ പെറ്റുകൂട്ടണം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, പെണ്ണുങ്ങൾക്ക് മാത്രം മതിയോ ഈ ഓഫർ? ഡോക്ടർ മനോജ്, എൻ്റെ ഒരു സുഹൃത്താ, അദ്ദേഹത്തെ ഡോക്ടർ എന്ന് ചേർത്ത് വിളിക്കുന്നത് അതിന് ഇഷ്ടമല്ല, ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മനോജ് വെള്ളനാണെന്നോ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചൊരു പ്രസക്തമായൊരു ചോദ്യമുണ്ട്. പെണ്ണുങ്ങൾക്ക് മാത്രം മതിയോ ഈ ഫണ്ണൊക്കെ? ആണുങ്ങൾക്കും വേണ്ടേ? പട്ടിയെ പോലെ ജീവിക്കണ്ട നിങ്ങൾക്കൊക്കെ? പട്ടികള് ഏത് ഇറച്ചിയും തിന്നും. എന്താ എല്ലാ ഇറച്ചിയും തിന്നാൻ പറ്റുമോ പച്ചയ്ക്ക്? പട്ടികൾ കിടന്നുറങ്ങണത്, അതായത് വീട്ടിൽ വളർത്തുന്ന പട്ടികളല്ല. വീട്ടിൽ വളർത്തുന്ന പട്ടികൾ വീട്ടുകാരുടെ കെയർ കൊടുക്കും. തെരുവട്ടികളുണ്ടല്ലോ, കിടന്നുറങ്ങുന്ന വഴിയായിരിക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടില്, അല്ലെങ്കിൽ ഏതെങ്കിലും അഴുക്ക് ചാലിൽ, അഴുക്ക് കൂനയില് പോയി കിടന്നുറങ്ങി ഒന്ന് കാണിച്ചു തരാമോ? പട്ടി എങ്ങനെ കിടന്നുറങ്ങാം, അതേപോലെ ഞാൻ അതേപോലെ കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണിച്ചു തരാമോ? അല്ല, നിങ്ങൾ ഈ വെള്ള ഉടുപ്പിട്ടിട്ടുണ്ടല്ലോ, ഏത് പട്ടിയും പൂച്ചയും ആനയുമാണ് ഉടുപ്പിട്ട് കിടക്കുന്നത്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ ഉടുപ്പില്ലാതെ നടക്കുമോ? ഒന്ന് കാണിച്ചു തന്നെ പട്ടിയും പൂച്ചയപ്പനെ ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ ഈ പട്ടിയും പൂച്ചയ്ക്ക് എവിടെയാണോ മതം ഉള്ളത്? എവിടെയാണോ ഈ പറയുന്ന മതപ്രഭാഷണം നടത്തി ജീവിക്കുന്നത്? നിങ്ങൾ അതേപോലെ ജീവിച്ച് കാണിക്കുക. കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിൽ വന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്ത, ആ വാർത്ത വിശകലന പരിപാടിയിൽ മരിച്ചുപോയ പെൺകുട്ടിയുടെ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ, അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ട്. ഏത് പട്ടിയാണോ ജിമ്മിൽ പോകുന്നത്? ദൈവം സൃഷ്ടിച്ചാണോ ജിംഖാനയൊക്കെ? അതിൻ്റെയൊക്കെ പിന്നാലെ പോകാം. പെണ്ണുങ്ങൾ മാത്രം പട്ടിയെ പോലെയും പൂച്ചയെ പോലെയും അങ്ങോട്ട് പെറ്റുകൊടുത്തോളണം. അവര് പ്രസവത്തിൽ മരിച്ചാലെന്താ, ജീവിച്ചാലെന്താ? നമ്മൾക്ക് തലയെണ്ണം കൂട്ടണം, അത്രയേ ഉള്ളൂ. ഈ പട്ടിയും പൂച്ചയുമായിട്ട് സ്ത്രീകളെ കമ്പയർ ചെയ്യുന്നിടത്താണ് ഈ സ്ത്രീ വിരുദ്ധത, മനുഷ്യവിരുദ്ധത ഞാൻ കാണുന്നത്. മതപ്രഭാഷണം എന്ന് പറയുന്നത് കുന്തെങ്കിലും നിങ്ങൾ പറയും. നിങ്ങളുടെ മതങ്ങളുടെ നല്ല മൂല്യങ്ങളോ, മതങ്ങളെ നല്ല മൂല്യങ്ങൾ എന്തെങ്കിലും ആവട്ടെ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ, സമാധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതൊക്കെ പഠിപ്പിക്കേ. നല്ല കാര്യം, പഠിപ്പിച്ചോ. സമാധാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കേ, സ്നേഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കേ. എന്തിനാണ് ഈ സ്ത്രീ വിരുദ്ധതയും മാനുഷിക വിരുദ്ധതയൊക്കെ ഇങ്ങനെ പട്ടിയും പൂച്ചയുമായിട്ട് കമ്പയർ ചെയ്ത് നടത്തുന്നത്? ഏത് പട്ടിയാണോ വന്ന് നിന്ന് മൈക്ക് വെച്ച് പ്രഭാഷണം നടത്തുന്നത്? അത് കഴിഞ്ഞ് പട്ടി വഴി നിന്ന് കുരക്കുന്നുണ്ട്, അതേപോലെ കുരക്കുന്നതാണോ? ഇത് ഒരുതരം ഫാലസിയാണ്. അതായത് പട്ടിക്ക് 4 കാലുണ്ട്, വാലുമുണ്ട്. ആടിന് 4 കാലുണ്ട്, വാലുമുണ്ട്. ആട് പുല്ല് തിന്നുന്നു, അതുകൊണ്ട് പട്ടിയും പുല്ല് തിന്നണം എന്ന് പറയുന്നത് പോലുള്ള ലോജിക്കാണ്. പക്ഷെ ഈ ലോജിക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് കേട്ടോ ബാധകം. പ്രസവ ഹോസ്പിറ്റലിൽ ആനയും പട്ടിയും പൂച്ച നടത്തുന്നില്ല, അതുകൊണ്ട് പെണ്ണുങ്ങൾ നടത്താൻ പാടില്ല. പക്ഷെ ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഉടുപ്പിട്ട് നടക്കുന്നത്, ഏത് രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്, വീടിനകത്ത് അടച്ചുറപ്പിരുന്ന് AC-യും ഫാനും ഒക്കെ ഇരുന്ന് സുധിച്ചിരിക്കുന്നത്, ഏതെങ്കിലും പറ്റി സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. എത്ര മതപ്രഭാഷകരാണ് ഇവിടെ യൂട്യൂബ് ചാനൽ നടത്തുന്നത്? ഞാൻ ഒരു മതത്തെ ടാർഗറ്റ് ചെയ്തല്ല പറയുന്നത്, എല്ലാ മതങ്ങളെയും ടാർഗറ്റ് ചെയ്താൽ പറയുന്നത്. അതിന്റെ പേരിൽ എത്ര വിമർശനം കേട്ടാലും കാര്യമില്ല. ഏത് അൺസയന്റിഫിക് ആയ കാര്യം ഇതേമാരെ പറഞ്ഞു വരുത്തിയാൽ അതിനെതിരെ പ്രതികരിക്കുക. കാരണം അത് ഇന്ത്യൻ പൗരന്റെ ബാധ്യതയാണ്. ആർട്ടിക്കിൾ 51A, സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിറ്റി ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. ഇതൊക്കെ പ്രചരിപ്പിക്കാനുള്ള, മതങ്ങൾ പ്രചരിപ്പിക്കാൻ തന്നെയുള്ള അതേ അവകാശം തന്നെ എനിക്കുണ്ട്. ശാസ്ത്രീയത, സയന്റിഫിക് ടെമ്പർ പ്രചരിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നിടത്തുനിന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇനി ഇതിന്റെ തുടർച്ച ഒന്ന് കേട്ടു നോക്കാം. ഗർഭം ഒരു രോഗമല്ല, രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ
സുബ്ഹാനല്ലാ, ഇത്ര നല്ലൊരു ബിസിനസ് വേറെ ഇല്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങൾ അതിന് ഇട്ടില്ല. ജഫറുലിയർ പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിട്. ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട്. ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. അതായിരിക്കുമല്ലോ. ഞാൻ നിങ്ങൾ ബിസിനസിന്റെ കാര്യം പറയുന്നതുകൊണ്ട് പറയാം, ഏറ്റവും നല്ല ബിസിനസ് ഈ പറയുന്ന സംഭവമൊന്നുമല്ല. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത ബിസിനസ്സാണ് ആത്മീയത. ഒരു ഇൻവെസ്റ്റ്മെന്റും വേണ്ട. ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന വളവളാന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ ഉടായ്പ രോഗശാന്തികൾ ഇതൊക്കെ നൽകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലറിഷ് ചെയ്യുന്ന ബിസിനസ്സാണ് ആത്മീയത. ഈ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചൈൽഡ് ആൻഡ് മോം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനേക്കാൾ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, നല്ല റിട്ടേണും കിട്ടും. ഇയാൾ പറയുന്നൊരു കാര്യം, ഗർഭം ഒരു രോഗാവസ്ഥയല്ല. ഞാൻ സമ്മതിച്ചു, ഗർഭം ഒരു രോഗാവസ്ഥയല്ല. പക്ഷേ ഗർഭധാരണവും പ്രസവവും ഒരിക്കലും ഒരു സിമ്പിൾ പ്രോസസ് അല്ല. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു, ആ വീഡിയോ എന്തോ 100 വ്യൂസ് എന്താണ് വന്നത്. അതൊരു വിഷയമല്ല, 100 പേരെങ്കിലും കാണുന്നുണ്ടല്ലോ, നല്ല കാര്യം. അതിൽ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യന്റെ പരിണാമത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യൻ 2 കാലിൽ നടക്കാൻ തുടങ്ങി. ഈ 2 കാലിൽ നടക്കാൻ തുടങ്ങിയ മനുഷ്യൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട് ഇടുപ്പെല്ലിന്റെ വലിപ്പമാണ്. പിന്നീട് പരിണാമത്തിന്റെ ഭാഗമായിട്ട് നടപ്പ് സുഗമമാവുന്നതിന്റെ ഭാഗമായിട്ട് ഇടുപ്പെല്ല് ചുരുങ്ങി വന്നു. ഈ ചുരുങ്ങി വന്നത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണ്. കാരണം പ്രസവം നടക്കുന്നത് ഈ ഇടുപ്പിലിനിടയിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ പ്രസവവേദന എന്ന് പറയുന്നത് ഇത്ര പെയിൻഫുൾ ആയ ഒരു പ്രോസസ് ആവുന്നത്. അതേപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രോസസ്സാണ്. ഇടുപ്പിലിനിടയിലൂടെ നടക്കുന്ന ഈ പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സ്വാഭാവികമായ പ്രസവങ്ങൾ സംഭവിക്കുന്നുണ്ട്, പക്ഷേ വേറെ ചില കോംപ്ലിക്കേഷൻസ്, അതായത് പ്രസവത്തിനിടയിൽ ഇത് സ്റ്റക്കാവുക, ഈ പ്രോസസ്സ് സ്റ്റക്കാവുക. അങ്ങനെ സ്റ്റക്കായി കഴിഞ്ഞാൽ 3 മിനിറ്റിന് താഴെ സമയം കൊണ്ട് വേണം ഇത് പൂർത്തീകരിക്കാനായി. ഹോസ്പിറ്റലിൽ പോലുള്ള സൗകര്യങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ. ഈ 3 മിനിറ്റിനുള്ളിൽ അത് ചെയ്യാൻ പറ്റിയില്ല, സമയം അധികരിക്കും തോറും കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവൻ അപകടത്തിലാകുകയാണ്. രക്തസ്രാവം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി മരിച്ചത് രക്തസ്രാവം കൊണ്ടാണ്. അമിതമായ രക്തസ്രാവം ഉണ്ടാകുക എന്ന് പറയുന്നത്, ബ്ലീഡിങ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതിന് കുറെ പ്രോസസ്സുകൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഗർഭപാത്രത്തിലേക്ക് ബ്ലഡ് വരുന്ന ആ രക്തധമനി അത് ടൈ ചെയ്യും ടെമ്പററി ആയിട്ട്, അല്ലെങ്കിൽ ഗർഭപാത്രം തന്നെ മാറ്റേണ്ടി വരും ആ ബ്ലീഡിങ് നിർത്തുന്നതിന് വേണ്ടി. പക്ഷെ ഇതൊക്കെ ക്വിക്ക് ഡിസിഷനാണ്. ഇത് വീട്ടിൽ വെച്ച് നടക്കുന്ന സംഭവം ഇങ്ങനെ ക്വിക്ക് ഡിസിഷൻ എടുക്കാനുള്ള ബോധമൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു വയറ്റാട്ടെ വിളിച്ചിരുത്തി വരുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചർ ചികിത്സയൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഈ ബോധമൊന്നും ഉണ്ടാവില്ല ചെയ്യാനായിട്ട്. അവസാനം കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവൻ അപകടത്തിലേക്ക് വിട്ടുകൊടുക്കും. ഇതിനെയാണ് ഇങ്ങേര് നിന്ന് 9 പ്രസവിച്ചേ ഞാൻ തന്നെയാ ഡോക്ടർ, 5 പ്രസവിച്ച് അപ്പുറത്തിരിക്കുന്നത് അയാൾ തന്നെ ഡോക്ടർ, 2 പ്രസവിച്ചാൽ ഇപ്പുറത്തിരിക്കുന്നത് എല്ലാവരും ഡോക്ടർമാരാ. ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് ഈ കോഡൊക്കെ കഴുത്തിൽ ചുറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ. നേരത്തെ പറഞ്ഞാൽ ഈ പ്രോസസ് സ്റ്റക്കാവുന്ന കാര്യം പറഞ്ഞല്ലോ, മസ്തിഷ്കത്തെ അല്ലെങ്കിൽ ബുദ്ധിയെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വരെ കാരണമാകുന്ന ഒന്നാണ് ഈ പ്രോസസ് സ്റ്റക്കായിട്ട് കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് റെമഡി ചെയ്തില്ല എങ്കിൽ സംഭവിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു ഇവിടെ തലക്കാത്ത് കയറും. അതെങ്ങനെ പട്ടിയുടെയും പൂച്ചയുടെയും ബുദ്ധിയല്ല നോക്കി പോകുന്നത്, പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? വേറില്ല, ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല, ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിനൂപിക്കാത്ത ചെയ്യാൻ പോവാ, അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തി വിട്ടിട്ട് ഈ ഭ്രൂണം കേടുവരും. 1ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു, 2ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു, 2ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്. വെള്ളം നിറഞ്ഞ അതാണ് എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് ഈ മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല, നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. എന്തൊരു വിവരക്കേടാണ് വിളിച്ചു പറയാൻ ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഇതൊക്കെ വീട്ടിൽ നിന്ന് കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അവരൊക്കെ ഇത് കേട്ടങ്ങാട് കണ്ണടച്ച് വിശ്വസിക്കും. അവരൊക്കെയാണ് ഈ വീട്ടിലെ പ്രസവം, എന്താ വീട്ടിലെ പ്രസവത്തിന് അവാർഡ് കൊടുക്കുക, അവരെ സംഗമം നടത്തുക, ഇതുപോലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ആളുകൾ ചെയ്യുന്ന മണ്ടത്തരാണ്. ഇപ്പൊ ഇതിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യം, സ്കാനറിന്റെ കാര്യം, ഈ സ്കാനറിന്റെ അഡ്വാൻസ്മെന്റ് ഉണ്ടായ ഒരു ഗുണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ദ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പത്രത്തിൽ അതിലുള്ള ഒരു ആർട്ടിക്കിളാണിത്. ഹൗ കേരള റെഡ്യൂസ്ഡ് ഇറ്റ്സ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ടു 7 per 1000. ഇപ്പോൾ അതിലും കുറഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 2021 കണക്കോ അല്ലെങ്കിൽ 2020 മുമ്പുള്ള കണക്കനുസരിച്ചിട്ടുള്ള ഒരു ഡേറ്റയാണ് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് വീണ്ടും താഴത്തേക്ക് വന്നിട്ടുണ്ട്, 4.5 വന്നിട്ടുണ്ട് ആ സംഭവം. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഫന്റ് മോർട്ടാലിറ്റിയുടെ കാര്യത്തെക്കുറിച്ച് അത് സംസാരിക്കുന്നത്. അതായത് ഈ ശിശുമരണ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം.
അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞ സംഭവം, കോഗ്നിറ്റൽ ഹാർട്ട് ഡിഫെക്റ്റ്, CHD എന്ന് പറയുന്ന സംഭവം. കുട്ടികളുടെ ഹൃദയത്തിന് ഉണ്ടാകുന്ന ഡാമേജസ് കൊണ്ട് സംഭവിക്കുന്ന മരണം. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നറിയോ? ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന മരണമായതുകൊണ്ട് അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് ആശുപത്രിയിലുള്ളവർ പറയും. വീട്ടിൽ വെച്ച് നടക്കുന്ന മരണം എങ്ങനെ സംഭവിച്ചെന്ന് പോലും ഇവർക്കറിയില്ല. 18 കുട്ടികളാണ് കഴിഞ്ഞ 3-4 വർഷത്തിനിടെ ഈ വീട്ടിൽ വെച്ച് നടന്ന പ്രസവത്തിൽ മരിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. ഈ 18 കുട്ടികളുടെയും മരണകാരണം എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പക്ഷെ ആശുപത്രിയിൽ വെച്ചുള്ള കാര്യമാണ്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയും. സ്കാനിങ്ങിന്റെ കാര്യം പറയുന്നു. ഇതിലാദ്യം അവർ ചർച്ച ചെയ്തത് ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്ക് സംഭവിക്കുന്ന പീരീഡ് ഏതാണ്? പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ 28 ദിവസം, 28-30 ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കാനുള്ള സാധ്യത. അപ്പൊ ആ സമയത്ത് മരണകാരണമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നേരത്തെ പറഞ്ഞ CHD എന്ന് പറയുന്ന കാര്യം. CHD സിംറ്റംസ് ഗർഭാവസ്ഥയിലുള്ള കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഏക വഴി എന്താണെന്നറിയാവോ? ഈ പറയുന്ന സ്കാനിങ്. ആദ്യത്തെ 2 ആഴ്ചക്കുള്ളിൽ നടത്തുന്ന സ്കാനിങ്ങിൽ തന്നെ മനസ്സിലാവും CHD സിംറ്റംസ് ഈ കുഞ്ഞിനുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ തന്നെ ചികിത്സ ആരംഭിക്കാവുന്ന, ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താവുന്ന ഒരു സാധ്യതയാണ് ഈ വിവരക്കേട് പറഞ്ഞിട്ട് ഇയാൾ അധിക്ഷേപിക്കുന്നത്. ഇതൊക്കെ ശാസ്ത്രനിന്ദ എന്ന് പറയുന്ന ഒരു വാക്കില്ലല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ശാസ്ത്രനിന്ദ എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ഒരു ഭരണഘടനയില്ല, നിയമത്തിലില്ല. അതുകൊണ്ട് എന്ത് വേണേലും പറയാം ശാസ്ത്രത്തിനെതിരെ. പക്ഷെ മതത്തിനെതിരെ പറഞ്ഞാലുണ്ടല്ലോ, മതനിന്ദയായി, കേസായി, കോടതിയായി, ഭയങ്കര എളുപ്പമാണ്. ഇതുപോലുള്ള അശാസ്ത്രീയ പ്രചരിപ്പിക്കുന്നതിനെതിരെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വാമുടി കേട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് അതൊരു മതനിന്ദയാണെന്ന് പറഞ്ഞ രീതിയിൽ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കൈവെട്ടി മുറിക്കുക. ഈ സയൻസിന്റെ അഡ്വാൻസ്മെന്റ് കൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക് കുറഞ്ഞു വരുന്നത്. അതൊക്കെ ഈ തലക്കാത്തേക്ക് കയറില്ല. പട്ടിബുദ്ധിയും പൂച്ചബുദ്ധിയും ആടിന്റെ ബുദ്ധിയും ആനയുടെ ബുദ്ധിയും വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും തലക്കാത്തേക്ക് കയറില്ല. പക്ഷെ ഇത് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരാളെങ്കിലും കണ്ട്, ഒരു വീട്ടുകാരെങ്കിലും കണ്ട്, ഇല്ല വീട്ടിൽ വെച്ചുള്ള പ്രസവത്തിൽ ഇങ്ങനെ റിസ്ക് ഉണ്ട്, അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷപ്പെട്ട അത്രയും നല്ലതെന്ന് എഴുതി പറയുന്നതാണ് ഈ കാര്യങ്ങൾ. ഈ കാലാണ് മുമ്പത്തെ കാലം പോലെ, മുമ്പത്തെ കാലം ഇപ്പത്തെ കാലമായിട്ട് മുമ്പത്തെ പ്രസവം ഇപ്പത്തെ പ്രസവം ഞാൻ വിശദീകരിച്ച ഈ പൊതു സ്റ്റേജ് പറയാൻ ഒരു വ്യത്യാസമില്ല. വ്യത്യാസം എന്താണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് കേരള സർക്കാരിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെബ്സൈറ്റാണ്, ecostat.kerala.gov.in. അതിനകത്ത് ഈ സംഭവമുണ്ട്. കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിന്റെയാണ് ഈ വെബ്സൈറ്റ്. ഇതിൽ ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത് 1967 മുതൽ 2021 വരെയുള്ള സ്റ്റാറ്റ്സ് ആണ്. അതായത് ശിശുമരണ നിരക്കുകൾ, അതിൽ അമ്മമാര് മരിക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളിലുള്ള, അതേപോലെ ബർത്ത് റേറ്റ്, സ്റ്റിൽ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരു വെബ്സൈറ്റാണിത്. 1967 ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 24ആണ്. അത് 1000 പ്രസവം നടന്നു കഴിഞ്ഞാൽ അതിൽ 24 കുഞ്ഞുങ്ങളും മരിക്കും. ഇതാണ് അവസ്ഥ. ഇതിനു മുന്നത്തെ കാര്യം നമുക്കറിയില്ല കേട്ടോ. 1967 മുന്നേയുള്ള ഡേറ്റ ഇല്ല. അതിനു മുന്നേ ഇതിനേക്കാളും കൂടുതലായിരിക്കും മരണം, ഇതിനേക്കാൾ കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത്. അതേസമയം നിങ്ങൾ 2021 എത്തുമ്പോൾ അത് 5.5%, 5.5 കുറഞ്ഞ് 24-ൽ നിന്ന് 5-1 ഈ ശിശു മരണ നിരക്ക് കുറഞ്ഞു. പണ്ടത്തെ കാലത്തെ പ്രസവം ഇപ്പോഴത്തെ കാലത്തെ പ്രസവം തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇതൊക്കെ നിങ്ങളെ തലയിലേക്ക് കയറില്ല. ശരിയാണ്, ലേബർ എന്ന പ്രോസസ് അല്ലെങ്കിൽ പ്രസവം എന്ന പ്രോസസ്സ് അക്കാലത്തും ഇക്കാലത്തും ഒരേപോലെ. പക്ഷെ ഈ പ്രോസസ് ഇംപ്രൂവ്ഡ് ആയത്, ഈ പ്രോസസ്സിന് മാറ്റം സംഭവിച്ചത് ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, മോഡേൺ സയൻസ് ഉണ്ടാക്കിയെടുത്തതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്ന് എൻ്റെ അകത്ത് കമന്റ് ഇട്ടു, ഇത് അക്യുപഞ്ചർ ചികിത്സയുടെ പ്രശ്നമൊന്നുമല്ല, അത് ശാസ്ത്രീയമാണ്. പക്ഷെ അത് പഠിപ്പിക്കുന്നതിന്റെ 2 ആഴ്ച 3 ആഴ്ച കോഴ്സും കൂടി പോയിരുന്ന് ചെയ്യുന്ന ചികിത്സയാണ്. കൂടി വന്ന 6 മാസം കോഴ്സ് കൂടി നടത്തിയ ചികിത്സ. 2 പേരും അക്യുപഞ്ചർ പഠിച്ചതാ. ഈ പറയുന്ന അസ്മയും പഠിച്ചിട്ടുണ്ട്, സിറാജുനും പഠിച്ചിട്ടുണ്ട്. എന്തേ 2 പേർക്കും ചേർന്നിട്ട് ചെയ്യാൻ പറ്റിയില്ല? അശാസ്ത്രീയമായ സംഭവം. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചുള്ളൂ, ഇത് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കുന്ന ഒരു പേപ്പർ ഒന്ന് കാണിക്കാവോ? ഒരു അപ്രൂവ്ഡ് പേപ്പർ, ഒരു റിസർച്ച് പേപ്പർ പ്ലീസ്. ഇല്ല. ഇതൊക്കെ ഈ വായ്ത്താരി കൊണ്ട് നിലനിൽക്കുന്ന ചികിത്സാ സമ്പ്രദായങ്ങളാണ്. വായ്ത്താരി മാത്രമേ ഉള്ളൂ. ഡോക്യുമെന്റ്സ് വെച്ചാൽ ആകാശത്തേക്ക് നോക്കണം. ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ? ജാഫർ സഖാഫിന്റെ ഭാര്യ എത്ര പറ്റണം? 5 വീട്ടിൽ തന്നെ 2 കുട്ടികളൊക്കെ പ്രസവം വീട്ടുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. എന്റെ മകളെ ഭർത്താവ് 2 പെറ്റ് പെരീന
ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഏത് ഗർഭമുണ്ട്, ഗർഭം തരും അന്നോടാരെ പിന്നെ നിൽക്കാൻ പറഞ്ഞു മുസീബത്താണെങ്കിൽ. നസീറിന്റെ 6 കുട്ടി, എന്റെ അനുജന്റെ, എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ 90% കുടുംബത്തിൽ മൊത്തം അങ്ങനെ, ഒരു പ്രശ്നവുമില്ല. ആ കുടുംബത്തെയും അവിടുന്ന് പഠിച്ച 90% ഓർത്ത് ഞാൻ സഹതപിക്കുകയാണ്. നിങ്ങൾ ഇതൊന്നും കണ്ട് പഠിക്കല്ല കേട്ടോ. ഇത് കാണുന്നവരോടാ, ഇതൊക്കെ ഇവർ ചെയ്തോട്ടെ. പക്ഷേ ഇത് നിങ്ങൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധം തലക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ നടക്കുന്ന പ്രസവത്തിൻ്റെ റിസ്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ 18 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. എത്ര പ്രസവം നടന്നിട്ടുണ്ടാകും കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ പറയുന്ന ചികിത്സാ രീതിയിലൂടെ? 1000, 1018 എന്ന് വെച്ചാൽ 1967 ആ ലെവലിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. 1960 24 ഇത് 18. ഇതിപ്പോൾ നമ്മൾക്കറിയില്ല, അറിഞ്ഞ് ഉണ്ടാക്കിയെടുത്ത ഡേറ്റ മാത്രമാണ്. ഇതിൽ കൂടുതലാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. 1967 ഡേറ്റയിൽ നിൽക്കുകയാണ് ഈ ചികിത്സാ രീതിയിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം. 2 അമ്മമാരും മരിച്ചിട്ടുണ്ട്. മതപ്രഭാഷണം നിങ്ങൾ മതപരമായി എന്ത് പണ്ടാരെങ്കിലും ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുകയോ നോമ്പെടുക്കുകയോ പൂജ നടത്തുകയോ സൽക്കാരം നടത്തുകയോ കുർബാനയിലെയോ കൊന്തയിലോ എന്ന് പണ്ടാരെങ്കിലും ചെയ്തോളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒരമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ അത് സുരക്ഷിതമാക്കാനുള്ള റൈറ്റ് അമ്മയ്ക്കുമുണ്ട്, കുഞ്ഞിനുമുണ്ട്. അത് നിഷേധിക്കാൻ നിങ്ങൾക്കൊരു അവകാശമില്ല, ഒരു മതത്തിനും അവകാശമില്ല. ഇത് ഈ ഒരു മതത്തിന്റെ അവസ്ഥയല്ല ഞാൻ പറയുന്നത്. സെമിറ്റിക്കായ മതങ്ങളുണ്ട്, പൗരാണിക മതങ്ങളുണ്ട്. അവരിലൊക്കെ പലർക്കും ഇപ്പോൾ ടെൻഡൻസി തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നത് വലിയ അഭിമാനമാണ്. ഒരു അഭിമാനമില്ല. കുഞ്ഞിന്റെ അമ്മയുടെയും ജീവൻ രക്ഷിക്കുന്നതിലാണ്, സുരക്ഷിതമാക്കുന്നതിലാണ് നിങ്ങളുടെ അഭിമാനം ഉണ്ടാവേണ്ടത്. അല്ലാതെ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് ചെയ്തത്, ഞങ്ങൾക്കിതൊന്നും വേണ്ടി വന്നില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തു. ഇല്ല, അഭിമാനം തോന്നുന്ന കാര്യമൊന്നുമില്ല. ഇതിന് ഒരു കോപ്പും ഇതിനകത്ത് അഭിമാനിക്കാനില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ സിറാജിൻ എന്ന വ്യക്തിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് BNS 105 അനുസരിച്ചിട്ടാണ്. കൊല്ലണമെന്ന ഉദ്ദേശമില്ലാതെയുള്ള നരഹത്യ, അതിനാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഇയാൾക്ക് കൊല്ലണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരാളെ വിട്ടുകൊടുക്കുന്നതിനെ, ഇവിടെ സത്യത്തിൽ നമുക്ക് നോക്കണേ അയാൾ മരിക്കും എന്നുള്ള കാര്യം ഇവർക്കറിയാം. ഈ ബ്ലീഡിങ് സംഭവിച്ച ആളുടെ ജീവൻ പോകുമെന്നറിയാം. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല. സത്യത്തിൽ മനഃപൂർവ്വമായ നരഹത്യക്കാണ് ഇവർക്കെതിരെ കേസെടുക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി അത് പറഞ്ഞു. ഞാൻ ഇതിനുള്ള വീട്ടിൽ അതിനെ പറഞ്ഞു. ഇതുപോലുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ മനഃപൂർവ്വമായ നരഹത്യക്ക് ഇവർക്കെതിരെ കേസെടുക്കണം. ഇപ്പോൾ എടുത്തിരിക്കുന്നത് 105 ആണ്. അതനുസരിച്ചിട്ട് ഒന്നല്ലെങ്കിൽ ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും അത് നിയമപരമായ വിഷയം. പക്ഷേ ഈ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇതുപോലുള്ള മതപണ്ഡിതന്മാർ പറയുന്നത് കേട്ട് നിങ്ങളുടെ മക്കളുടെ ജീവിതം ഇല്ലാതാക്കരുത്. എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് പറയാനുള്ളത്? സ്ത്രീകൾ പട്ടി പിറന്ന പോലെ പിറേണ്ടവരാണോ? സ്ത്രീകൾ തെരുവ് നായ്ക്കളെ പോലെ ജീവിക്കേണ്ടവരാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.